അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത്രയും വൈറലായിട്ടുള്ള ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാൻ ഇപ്പം ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഇതാണ് ബൺ മസ്ക അല്ലെങ്കിൽ മസ്ക ബൺ വിത്ത് ഇറാനി ചായ. അപ്പോൾ ഞാനും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ബട്ടറാണ് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡ് തുറക്കാനുള്ള സാഹസമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറ്റണമെന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ തള്ളവിരൽ വെച്ചിട്ട് നല്ലൊന്ന് കുത്തി കൊടുത്തു. പിന്നെ അത് പൊന്തിച്ചെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ക്യാമറൻ്റെ ഫ്രണ്ടിലായതുകൊണ്ടാണ് തോന്നുന്നു നടക്കാത്തത്. പിന്നെ ഞാൻ ബാക്കിലേക്ക് എടുത്തിട്ട് ഒന്ന് ചെയ്തിട്ട് ഒഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടറും മിൽക്ക് മെയ്ഡും ഒഴിച്ചതിന് ശേഷം കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തു. പിന്നെ ബട്ടർ ഉടച്ച് കിട്ടാൻ പെട്ടപാട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം മുമ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നേരത്തെ തന്നെ റൂം ടെമ്പറേച്ചറിലാക്കി വെക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ കുറച്ചധികം നേരം കഷ്ടപ്പെട്ടതിന് ശേഷം ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഉടഞ്ഞ് കുറച്ച് നേരം ഇളക്കി ഒരു തരിതരി പോലെ ആയിട്ടുണ്ടായിരുന്നു. നല്ല ക്രീം പരുവത്തിലാവണം. അതെന്തായാലും ആയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും സെറ്റായിരിക്കുന്നു. കുറച്ച് നേരം കൂടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ റെഡി ആകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ബണ്ണ് കിട്ടിയതോ ബർഗർ ബൺസാണ്. എന്തായാലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു ബണ്ണ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഐറ്റം റെഡി ആക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ബട്ടർ തടവിയിട്ട് നമുക്ക് ആ ബണ്ണും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം. ചെറിയ രീതിയിൽ അപ്പുറം ഇപ്പുറം ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. ആ നേരം കൊണ്ട് ഞാനിവിടെ ചായയും കൂടി വെക്കാനായിട്ട് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇറാനി ചായ ഒന്നും അല്ലെങ്കിലും ഒരു ചെറിയൊരു മസാല ചായ, പട്ട ഗ്രാമ്പു ഏലക്കൊക്കെ പൊടിച്ചിട്ടിട്ട് ഉണ്ടാക്കുന്നൊരു ചായ ആണ്. വലിയ സംഭവമൊന്നുമല്ല, എന്നാലും ഒരു ഒപ്പിക്കൽ. ഇറാനി ചായ ഒന്നും എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയാലും മതിയല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്നിൽ മുക്കി കഴിക്കാം. അപ്പോൾ നമ്മളെ ചായയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ കരിച്ച് നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബണ്ണിൽ ക്രീം തേക്കലാണ് അടുത്ത ടാസ്ക്. അപ്പോൾ ബണ്ണ് നല്ല തുറന്ന് വെച്ചിട്ട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴും ക്രീമിന് ആ കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സംഭവം കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയും ആവുമല്ലോ. ആ ഒരു സോഫ്റ്റ് ടെക്സ്ചറൊന്നും അല്ല ഇപ്പോൾ നമ്മളെ ക്രീമിനുള്ളത്. എന്നാലും കുറച്ചധികം ക്രീം തന്നെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ബണ്ണിൽ പുറത്തും കൂടി ഇതിൽ തേച്ച് കൊടുക്കണം എന്നാണ് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ബണ്ണിൻ്റെ പുറത്തു കൂടെയൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബണ്ണ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഇത് കഴിച്ച് നോക്കലാണ്. അപ്പോൾ നമ്മളെ ചായ ഇറാനി ചായ അല്ലെങ്കിൽ നല്ല അടിപൊളി ഒരു മസാല ചായ തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഇത് കഴിച്ച് നോക്കണം. എങ്ങനെയുണ്ട്, ഇത്ര വൈറലാകാനുള്ള ഒരു ആളാണോന്നും കൂടി അറിയണമല്ലോ. അപ്പോൾ അതിനായിട്ട് അവർ ഇതിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഫസ്റ്റ് ഇത് നല്ലപോലെ പൊട്ടിച്ച് നോക്കുക. ക്രീം ഫില്ലിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇനി ആ ചായയിൽ മുക്കിയിട്ട് ഒരു കടി അടിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയാനാണെങ്കിൽ ഇത്ര ഹൈപ്പ് കൊടുക്കാനുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കുഴപ്പമില്ല, ചായയിൽ മുക്കി കഴിക്കണേക്കാളും തനിച്ച് കഴിക്കാനാണ് രസം. പിന്നെ എൻ്റെ മോനെ വരട്ടിയിട്ട് അഭിപ്രായം പറയിച്ചിരിക്കണ്, അതും കൂടി കണ്ടോളി. എന്തായാലും എൻ്റെ മോനക്ക് നല്ല ഇഷ്ടമായിരിക്കണം. വരട്ടിയിട്ടാണെങ്കിലും മോൻ നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി.